Hello, good evening, everyone. എന്തൊക്കെയുണ്ട്? ഹലോ ഗുഡ് ഈവനിങ് എവ്രിവൺ. ഓഡിബിൾ അല്ല? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഹലോ, നമ്മൾ യൂണിറ്റ് ഓഫ് 32 ആണ് ഇരിക്കുന്നത്. എല്ലാവരും പോസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഗസ്റ്റ് സ്പീക്കർ ഉണ്ട്. അതിനു മുന്നേ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. നമ്മളൊരു 19 ആളുകളും ജോയിൻ ചെയ്ത് കാണുന്നില്ല. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരണേ. എന്നാലും നമുക്കൊന്നുകൂടെ എന്നും പറയുന്ന പോലെ കണക്ട് ചെയ്തിരിക്കാൻ പറ്റുക. ആദ്യമായിട്ട് സോറി പറയാണ്. നമ്മുടെ കാര്യത്തിൽ സൂമിൽ ചെറിയൊരു ട്രബിൾ വന്നു. അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. ചെറു വീട്ടിലെത്തിയിട്ടില്ല. സൂം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോറി കേട്ടോ. നിഷേധ ഒന്നാമത് നേരത്തെ തന്നെ സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും സെഷന് വേണ്ടി വെയിറ്റിംഗ് ആവുമല്ലോ അല്ലെ. ചില ഒരു സ്റ്റുഡന്റ് ആണ്, അല്ലെ കൂടെ തന്നെ ഒരു ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആണ്, കോൺഫിഡൻസ് കോച്ച് ആണ്. സ്റ്റുഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഫിഡൻസ് പോയിന്റർ എന്ന പേരിൽ ഒരുപാട് ഓഫ്ലൈൻ ആയിട്ട് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറ്. എന്നാൽ എന്നാലും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ് ചെറുതാമത്തിൽ. ഒന്ന് നമ്മള് ക്യാപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം സക്സസിന് കുറെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ആക്ഷൻസ് എടുക്കാം, എല്ലാം അറിയാം. എന്നാലും നമുക്ക് എന്തൊക്കെ ഒരു മടിയാണ് അല്ലെങ്കിൽ ഒരു പേടിയാണ് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. സക്സസ് വേണം നമുക്കറിയാം, ഇങ്ങനെ പോകണം എന്ന് പറയാം. എന്നിരുന്നാലും എന്തൊക്കെ മടിയാണ് ആക്ഷൻ എടുക്കാം, നമ്മൾ എന്തൊക്കെയോ പിറകോട്ട് വലിക്കും. അപ്പൊ ഇതെങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാം എന്നുള്ള ടോപ്പിക്കിലൊക്കെ ഡീപ്പായി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സെഷൻ ശതമാനം ഷെയർ ചെയ്യും. അപ്പൊ ശതമാനം വിത്ത് ഓൾ റെസ്പെക്ട് ഇഷ്ടമാണ് വെൽക്കം മാം. Oh, thank you so much, Miss Na. എന്താ പറയാ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി. ഈ ഒരു യുണീക് സ്റ്റോക്സിൽ വരാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെ. അതുകൊണ്ട് തന്നെ അഫ്സൽക്കാർക്ക് ഞാൻ താങ്ക് യു അറിയിക്കുകയാണ്. സോ ഹായ് എവ്രി വൺ. പറ്റുന്നവരെല്ലാവരും വീഡിയോ മോഡിൽ വരാം. നിങ്ങൾ പല ആക്ടിവിറ്റീസിലായിരിക്കും, പല കാര്യങ്ങൾ ചെയ്യായിരിക്കും. എല്ലാവരും പെട്ടെന്ന് വീഡിയോ മോഡിൽ വരാം. കാരണം നിങ്ങൾ വിചാരിക്കും വീഡിയോ മോഡിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെന്നെ നോക്കുമോ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ മോഡിൽ വരുന്ന സമയത്ത് ആണ് നമ്മളെ നോക്കാം, വേറെ ആരും നോക്കൂല. നമുക്കിപ്പോ ഒരു കൺസേൺ ആണ്, ബാക്കിയുള്ളവരെന്നെ നോക്കുമോ, എന്റെ ബാക്ക്ഗ്രൗണ്ട് റെഡി ആണോ, ഞാൻ റെഡി ആണോ. അതിനപ്പുറത്തേക്ക് എല്ലാവരും പെട്ടെന്ന് വീഡിയോ മോഡിൽ വരാം. ഞാൻ എന്നെ മാത്രമാണ് ഇവിടെ നോക്കുന്നുള്ളൂ. നിങ്ങൾ മാത്രമേ നോക്കുള്ളൂ, വേറെ ആരും നിങ്ങളെ നോക്കാൻ പോകുന്നില്ല. സോ പറ്റുന്നവരെല്ലാവരും വീഡിയോ മോഡിൽ വരാം. ഓക്കെ, നമ്മൾ ബിഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ചാറ്റ് ബോക്സിലൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, റെഡി ആണ്, റെഡി എന്നൊന്ന് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടും. എല്ലാവരും റെഡി ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ പെട്ടെന്ന്, കാരണം ഞാൻ മാത്രം ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ അതിനൊരു രസമില്ലല്ലോ. അപ്പൊ നിങ്ങളും കൂടി ത്രൂ ഔട്ട് ദി സെഷൻ ആക്റ്റീവ് ആവാം, അതുപോലെ തന്നെ സെറ്റ് ആയിട്ടിരിക്കാൻ നല്ലത്, ഫുൾ എനർജിയിൽ. എത്ര ആൾക്ക് ഫുൾ എനർജി ഉണ്ട്? ഔട്ട് ഓഫ് 100 ഇപ്പൊ എത്ര എനർജിയിലാണ് നിൽക്കുന്നത്? അല്ലെങ്കിൽ ഒരു സെഷൻ എന്റെ ആകുന്ന സമയത്ത് നമുക്ക് അത് 100 ആക്കി മാറ്റണം. ഓ, സെറ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് എവരി വൺ. ഹയ ആൻഡ് ഹസ്ന റെഡിയാണ്. ഓക്കെ, ഫാത്തിമ, ഹസ്ന, സുലൈമാൻ. ഓക്കെ, എല്ലാവരോടും എനിവേ താങ്ക് യു സോ മച്ച്. സോ നമ്മൾ ബിഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ആൻഡ് വൺസ് അഗൈൻ റിക്വസ്റ്റ് ചെയ്യാണ്, പറ്റുന്നവരെല്ലാവരും വീഡിയോ മോഡിൽ വരാന്നുള്ളത്. ഓക്കെ, ഞാൻ മാത്രം ഇങ്ങനെ എന്നെ നോക്കി സംസാരിക്കുമ്പോൾ രസമില്ലല്ലോ. സോ വൺസ് അഗൈൻ റിക്വസ്റ്റ് ചെയ്യാണ്, പറ്റുന്നവരെ വീഡിയോ മോഡിൽ വരാം. ഹായ്, ഞാൻ ഷെദ മഹ്മൂദ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ്. ഞാൻ സ്റ്റുഡന്റും കൂടിയാണ്. അതിനോടൊപ്പം മൈൻഡ് പവർ ട്രെയിനർ ആണ്, കോൺഫിഡൻസ് ആൻഡ് എംപവർമെന്റ് കോച്ച് ആണ്. സ്റ്റുഡന്റ് ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബികോമില്. ആൻഡ് അതിന്റെ കൂടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ പറയാ, സ്റ്റുഡൻസ്, പാരന്റ്സ്, ടീച്ചേഴ്സ് എന്നിവരൊക്കെ ഓഫ്ലൈൻ ഓൺലൈനായിട്ട് സെഷൻസ് എടുത്തിട്ടുണ്ട്. കറന്റ് ഫോക്കസ് ചെയ്യുന്നത് കോൺഫിഡൻസ് പൈനിയർ എന്നുള്ളൊരു പ്രോഗ്രാമാണ്. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, വെറും സംസാരിക്കൽ മാത്രമല്ല, അതിന്റെ കൂടെ ഈ ഒരു പേടി, നമുക്ക് കുറേ കാര്യത്തിന് പേടി ഉണ്ടാവും. വാട്ട് അതേഴ്സ് തിങ്ക്, അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് ടെൻഷൻ ആവാൻ, അതിനൊക്കെ ഒരു നല്ല കോൺഫിഡൻസ് ബോൾഡ് ആക്കുക എന്നുള്ളതാണ് ആ ഒരു കോൺഫിഡൻസ് പൈനിയറിൽ ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം അൺസ്റ്റോപ്പബിൾ യു, ഒരു ഗോൾ സെറ്റിംഗ് 2 days വർക്ക്ഷോപ്പ് ആണ്, അതും ഇപ്പൊ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഫിഡൻസ് പൈനിയറിന്റെ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചസും കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതിനെ കുറിച്ച് ഇത്ര മാത്രമാണ് ഞാൻ ഇപ്പൊ പറയുന്നുള്ളത്. ബാക്കി നമുക്ക് വലിയ സെഷനിലൂടെ പറയാം. സോ നമുക്ക് ബിഗിൻ ചെയ്യാം. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ? ഓക്കെ, ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ബിഗിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് 1 മിനിറ്റ്.
ഓക്കെ ഡിയാ, താങ്ക് യു. സോ എന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട്സ് ഹോൾഡിംഗ് ബാക്ക്. നിങ്ങൾ എന്താണ് ഈ ബാക്കിന് വലിച്ചുകൊണ്ടിരിക്കുന്നത്? സോ ഇറ്റ്സ് മീൻസ് നമ്മൾ ഒരു യാത്രയൊക്കെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഓടാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളെ പുറത്ത് നിറയെ കല്ലിങ്ങനെ നിറച്ച് വെക്കാണ്. ഒരു ചാക്കിൽ നിറയെ കല്ലിങ്ങനെ നിറച്ച് വെച്ചിട്ട് നിങ്ങളോട് പറയാണ് സ്പീഡിലോട് സ്പീഡിലോട് എത്തണം എത്തണം, ആ പോയിന്റിലേക്ക് എത്തണം, സക്സസിലേക്ക് എത്തണം, ഗോൾസിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഇത് അച്ചീവ് ചെയ്യണം എന്നിങ്ങനെ പറയാണ്. പക്ഷെ നിങ്ങളുടെ ബാക്കിൽ ഒരു ചാക്ക് നിറയെ കല്ല് നിറച്ചിരിക്കാണ്. അങ്ങനെ ആവുമ്പോൾ വാട്ട് യു ഫീൽ? നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക? ഒന്ന് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യോ. നിങ്ങൾക്ക് ഓടാൻ വേണ്ടി പറ്റോ? ഇല്ല. നിങ്ങൾക്ക് ഇങ്ങനെ ആ ഒരു ഭാരം ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ഫീൽ ചെയ്തിട്ട് കുറെ ആഗ്രഹം ഉണ്ടാവും, ഡ്രീംസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തൂല. കാരണം ബാക്കിൽ നമ്മൾ വെയിറ്റ് ഇങ്ങനെ ചുമന്ന് നിൽക്കുകയാണ്. അപ്പൊ എത്ര സ്പീഡ് ഓടാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും ആ വെയിറ്റ് കാരണം നമുക്ക് ഓടാൻ വേണ്ടി പറ്റൂല. അതേപോലെ തന്നെയാണ് ഇങ്ങനെ ഈ ഒരു ചാക്കിലെ കല്ല് പോലെ കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. നമ്മളെ ഗോൾസിലേക്കോ ഡ്രീംസിലേക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനൊന്ന് വിടാതെ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ പിടിച്ചു വെക്കാണ്. മേ ബി ചില കാര്യങ്ങൾ നമ്മൾ അവെയർ ആയിരിക്കും ഇന്ന കാരണം കൊണ്ടാണെന്നുള്ളത്. പക്ഷെ ചില കാര്യങ്ങൾ ഒട്ടും അവെയർ ആയിരിക്കും, നമ്മൾ പോലും അറിയുന്നില്ല ഇത്ര റീസൺ കൊണ്ടാണ് ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. അല്ലെങ്കിൽ പല തോട്ട്സ് ആവാം, വോട്ട് എവർ. ആം ഐ റൈറ്റ്? ശരിയാണോ? ചാറ്റ് ബോക്സ് നിങ്ങൾ നിറക്കണം സെഷൻ എൻഡ് ചെയ്യുന്നവരെ. ഓക്കെ ഓക്കെ, എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങൾ ഇവിടെ ഉണ്ട്, ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, യെസ്. സോ അതേപോലെ തന്നെയാണ് ആ ഒരു കല്ലിനെ നമ്മൾ ഓരോന്നോരോന്നായിട്ടാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ മാറ്റാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് തുടങ്ങാം. സ്റ്റോറി കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? ഹൗ മെനി ഓഫ് യു ലവ് സ്റ്റോറീസ്? നമ്മള് പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മളെ ഉമ്മമാരൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്കൂളിൽ KG-ലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറെ സ്റ്റോറീസ് കേട്ടിട്ടുണ്ടാവും. പക്ഷേ വലുതാവുന്ന ഓരോ സ്റ്റോറീസും ഇല്ല, കംപ്ലീറ്റ്ലി നമ്മൾ വേറെ കുറെ തിരക്കായിട്ട് ഇത് കേൾക്കാൻ പോലും സമയമില്ല. ഇപ്പോഴും സ്റ്റോറി ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോർമലി എനിക്ക് സ്റ്റോറീസ് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ആരെങ്കിലും സ്റ്റോറി പറയുന്നത് പെട്ടെന്ന് കണക്റ്റഡ് ആവും. ഓക്കെ, ഞാൻ ഒരു സ്റ്റോറിയിൽ തന്നെ തുടങ്ങാം. ഒരു സ്റ്റോറി ഒരു കർഷകനെ കുറിച്ചാണ്. ഇഷ്ടമാണ്. ഓക്കെ, താങ്ക് യു ഷാന. സോ ഇതൊരു കർഷകനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു ഫാമർ, ആ ഫാമറിന് 3 കഴുതകൾ ഉണ്ടായിരുന്നു, അതായത് ഡോങ്കി. ആ ഒരു 3 കഴുതകള ആളിങ്ങനെ മയിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ പുല്ല് തിന്നാനൊക്കെ വിടും. അങ്ങനെ ആ ഒരു ഡേ കഴിഞ്ഞിട്ട് വൈകുന്നേരമാവുന്ന സമയത്ത് ആ കഴുതന അല്ലെങ്കിൽ ഡോങ്കിന കെട്ടണം, അതായത് കയറ് കെട്ടിയിട്ട് മരത്തിന്റെ അവിടെ കെട്ടണം. അപ്പം ഈ ഒരു കർഷകന്റെ അടുത്ത്, ഈ ഒരു ഫാർമറിന്റെ അടുത്ത് 2 ഡോങ്കിനെ മാത്രം ഉള്ള കെട്ടാനുള്ള കയറ് മാത്രമേ ഈ ഒരു കർഷകന്റെ അടുത്തുള്ളൂ. 3ാമത്തെ ഡോങ്കിനെ കെട്ടാനുള്ള കയറ് ഈ കർഷകന്റെ അടുത്തില്ല. അങ്ങനെ ഈ ഫാമർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് 2 ഡോങ്കിനെ കെട്ടി 3ാമത്തെ കഴുതന കിട്ടുന്നത് പോലെ അഭിനയിച്ചു. ആ ഡോങ്കി വിചാരിച്ച് ആ ഡോങ്കിനെ കെട്ടാണ്, ആ കെട്ടുന്ന പോലെ ആക്കി, പക്ഷെ കെട്ടിയിട്ടില്ല. പക്ഷേ ആസ് എ റിസൾട്ട് ആയിട്ട് വരാണ് ഡോങ്കി അവിടെ നിന്ന് അനങ്ങുന്നില്ല. കയറ് ശരിക്കും കെട്ടിയിട്ടില്ല, കെട്ടുന്ന പോലെ ഫാമർ ആക്കിയിട്ടേ ഉള്ളൂ. പക്ഷേ ആ ഡോങ്കി വിചാരിച്ച് തിങ്ക് ചെയ്യാണ്, ഞാൻ ഇവിടെ കെട്ടിയിട്ടിരിക്കാണ്, എനിക്ക് ഇതിന്ന് അങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റൂല എന്നുള്ളത്. അപ്പോൾ ഡോങ്കി അനങ്ങുന്നില്ല, ഡോങ്കി വിചാരിച്ച് എന്നെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ആള് കെട്ട് ഊറുന്നത് പോലെ ആക്കുന്ന സമയത്ത്, പിറ്റേ ദിവസം കെട്ട് ഊറുന്നത് പോലെ ആക്കുന്ന സമയത്ത് ആ ഡോങ്കി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. ഇതേപോലെ തന്നെയാണ് നമ്മളെ ലൈഫും. എന്തൊക്കെയോ കെട്ടിയത് പോലൊക്കെയാണ് നമുക്ക് തോന്നാം, പക്ഷെ ആക്ച്വലി അത് നമ്മളെ നീതി തോന്നലാവാം. ഞാൻ ഇങ്ങനെയാണ്, അതായത് 2 തരം മൈൻഡ് സെറ്റ് ഉണ്ട്. ഒറ്റ മിനിറ്റ്, ഇവിടെ ഇക്കാമത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോറി കേട്ടോ, ഇവിടെ അടുത്താണ്, വീട്ടിന്റെ അടുത്താണ് പള്ളി വരുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയാ, പിറ്റേ ദിവസം ആയി കെട്ട് ഊരി. ഇതേപോലെ തന്നെ നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടോ കുറെ കെട്ട് നമ്മളെ കെട്ടിയിട്ടുണ്ട്. 2 തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്, ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സഡ് മൈൻഡ് സെറ്റും. ഈ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിലെ ആൾക്കാരെ കുഴപ്പമാണ്. ഓക്കെ, അതായത് നമുക്ക് കഴിവൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ജനിച്ചപ്പേ ഉണ്ടാവണം കഴിവ്, എനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റൂല, അത് ചെയ്യാൻ വേണ്ടി പറ്റൂല, ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെയുള്ള കുറെ മൈൻഡ് സെറ്റ് ഫിക്സഡ് ആക്കി വെച്ചിട്ടുണ്ടാവും. ലൈക്ക് നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ തോറ്റു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത സമയത്ത് ശരിയായിട്ടുണ്ടാവൂല. അങ്ങനെ വിചാരിച്ച് നമ്മൾ ത്രൂ ഔട്ട് ചിന്തിക്കുകയാണ്, ഇതേ ഉള്ളൂ, നമുക്ക് അത് ഒരിക്കലും ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഞാൻ ഒരിക്കലും നന്നാവൂല, ഞാൻ ചെയ്തിട്ട് കാര്യമില്ല, ഇതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല. അങ്ങനെ പലതരത്തിൽ നമ്മൾ ഫിക്സഡ് ആയിട്ട് അവിടെ മൈൻഡിൽ വെച്ചിട്ടുണ്ടാവും. ഇതാണ് ഫിക്സഡ് മൈൻഡ്. അതായത് ആ കഴുതനെ കെട്ടിയതുപോലെ ഉണ്ടാവും.
പക്ഷെ ആക്ച്വലി അത് ലൈക്ക് നമ്മൾ അത് തോന്നലാവാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നതാവാം. ഒരു തോട്ടിൽ ചേഞ്ചസ് വരുത്താണെങ്കിൽ റെഡി ആവുന്നതേ ഉള്ളൂ. സെക്കൻഡ് പറയുന്നതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, വളരുന്ന മൈൻഡ് സെറ്റ് എന്ന് പറയും. അതായത് നമ്മൾ വിചാരിക്കുകയാണ് ഈ ടാലന്റും സ്കിൽസും അതൊക്കെ പ്രാക്ടീസിലൂടെയും അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതൊക്കെ ട്രെയിനിങ്ങിലൂടെ നേടിയെടുക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാ ഉള്ളൂ, അല്ലെങ്കിൽ അത് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവൻ ഫസ്റ്റ് ടൈം തോറ്റു പോയിട്ടുണ്ടെങ്കിൽ സ്ലോലി അത് പഠിച്ചു കഴിഞ്ഞാൽ പറ്റുന്നതേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് മൈൻഡ് സെറ്റ് നിൽക്കണം. ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം, ഫിക്സഡ് മൈൻഡ് സെറ്റ് വേണം. ഹൗ മെനി ഓഫ് യു റെഡി ടു ബി ഇൻ ഗ്രോത്ത് മൈൻഡ് സെറ്റ്? ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് എത്താൻ എത്ര ആൾക്കാർ റെഡിയാണ്? അത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക ചാറ്റ് ബോക്സിൽ. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, പറ്റെങ്കിൽ വീഡിയോ മോഡിൽ വരും കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഓക്കെ, ഹയ ഫാത്തിമ, ഗ്രോത്ത് മൈൻഡ് സെറ്റ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, ആൻഡ് ഇങ്ങനെ നമ്മൾ കുറേ കുരുക്കിൽ പെട്ടിട്ടുണ്ടാവും. അപ്പം ഇതേപോലെ നിങ്ങളെ കുറേ സാധനം ഇങ്ങനെ ബാക്കിൽ നിന്ന് വലിക്കുന്നുണ്ടാവും. അതാ പലതരത്തിലുള്ള കാര്യങ്ങളാവും. മേ ബി അത് പേഴ്സണൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാവാം, പല തരത്തിലാവാം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം. ഹൗ മെനി ഓഫ് യു, അതായത് ടോപ്പിക്ക് ഞാൻ നിങ്ങളെ ഹാൻഡ് റൈസ് ചെയ്തിട്ട് തരാം. എത്ര ആൾക്കാർ ഇവിടുന്ന് സംസാരിക്കാൻ ഇപ്പൊ റെഡിയാണ്? അങ്ങനെയാണെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സംസാരിക്കാൻ ഇപ്പം, അതായത് ടോപ്പിക്കൊക്കെ ഞാൻ അപ്പം മാത്രമേ തരുള്ളൂ. എന്നാന്ന് സംസാരിക്കേണ്ടത് ഞാൻ പറയാം. സംസാരിക്കാൻ ഇപ്പൊ റെഡി ആണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിരിക്കാം. എത്ര ആൾക്കാർ റെഡിയാണ്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ. ഓക്കെ, ഹയ ഫാത്തിമ റെഡിയാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ എനിവോൺ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, മിൻഹ ഫാത്തിമ, താങ്ക് യു സോ മച്ച്. ആൻഡ് മൈ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയേണ്ടൂ. അതായത് ടോപ്പിക്ക് കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് നിങ്ങളുടെ പേര് പ്ലേസ് മാത്രം പറഞ്ഞാൽ മതി. എത്ര ആൾക്കാർ റെഡിയാണ്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ. എനിവേ ഞാൻ ഹയ ഫാത്തിമന് മിൻഹ ഫാത്തിമന് എന്താ പറയാ അപ്രിസിയേറ്റ് ചെയ്യാണ് ഹാൻഡ് റൈസ് ചെയ്തതിന്, ആ ഒരു ഡിസിഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്തതിന്. ഓക്കെ, ചാറ്റ് ബോക്സിൽ കുറെ ആൾ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്ക്രീനിൽ വരുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഹാൻഡ് റൈസ് ചെയ്യോ. ഓക്കെ, 3 ആൾക്കാർ ഇതിൽ ഹാൻഡ് റൈസ്. ഓക്കെ, എനിവേ താങ്ക് യു. ഞാൻ നിങ്ങളെ ലാസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹാൻഡ് റൈസ് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ 2 ആൾക്കാർക്ക് ജസ്റ്റ് നിങ്ങളെ പേരും നിങ്ങളെ പ്ലേസും പറഞ്ഞാൽ മതി. ഹയ ഫാത്തിമ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ. മിസ്ന മാം, ഹയ ഫാത്തിമ ജസ്റ്റ് നിങ്ങളെ പേര് പറയാ, പ്ലീസ് പറയാം. അതുപോലെ തന്നെ മിൻഹക്കും ജസ്റ്റ് പേര് പറയാ, പ്ലീസ് പറയാം. വേറെ ഒന്നും വേണ്ട, പെട്ടെന്ന്. ഫസ്റ്റത്തെ 2 ആൾക്കാട്ടോ ചാൻസ് ഉള്ളത്. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ഹാൻഡ് റൈസ് ചെയ്ത് എല്ലാവർക്കും നമുക്കൊന്ന് ജസ്റ്റ് പറയിപ്പിക്കാം. ഹയ ഫാത്തിമ സ്റ്റാർട്ട് ചെയ്തോ. ജസ്റ്റ് പേര് പറയാം, പ്ലീസ് പറയാം. മിസ്ന മാം അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല പറഞ്ഞു. ഓക്കെ ഓക്കെ, ഹായ് മാം, ഹായ് ഹയ. കേൾക്കാനുണ്ടോ? ഓ, കേൾക്കാൻ വേണ്ടി പറ്റും. അസ്സലാമു അലൈക്കും. വാലിക്കും അസ്സലാം. സോ Okay. എന്റെ പേര് ഹയ ഫാത്തിമ. എവിടുന്നാ ഞാനിപ്പോ വരുന്നേ? +2 സ്റ്റുഡന്റ് ആണ്. ഞാൻ ചെമ്മല പുലാമന്തോൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച് ഹയ. ഐ അപ്രിസിയേറ്റ് യു. ആൻഡ് Thank you. നെക്സ്റ്റ് മിൻഹ ഫാത്തിമ. താങ്ക് യു. മിൻഹ പെട്ടെന്ന് സ്പീഡ് അപ്പ്. ജസ്റ്റ് പേര് പറയാം, പ്ലീസ് പറയാം. മിൻഹ ഫാത്തിമ 8 ഓക്കെ, എവിടുന്നാ വരുന്നത് മിൻഹ? Where are you coming from? കോഴിക്കോട്. Oh, കോഴിക്കോട്. താങ്ക് യു സോ മച്ച് മിൻഹ. ആൻഡ് സഫ്വാൻ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ സംസാരിക്കാം. നോയ്സ് ഉണ്ടോ? ഇല്ലില്ല, പുറത്താണ്. സംസാരിച്ചോളൂ. ഓക്കെ കുഴപ്പമൊന്നുമില്ല. Okay. സഫ്വാൻ സംസാരിച്ചോളൂ. ഞാൻ മുഹമ്മദ് സഫ്വാൻ. എന്റെ സ്ഥലം മംഗലാപുരത്താണ്. നിലവിൽ സ്റ്റേ മലപ്പുറത്താണ്. ഓക്കെ, എന്താ ചെയ്യുന്നേ? ഞാൻ ബികോം സെക്കൻഡ് ഇയർ ആണ്. ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സഫ്വാൻ. എനിവേ ഓൾ ദി ബെസ്റ്റ്. സോ ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞ സമയത്ത് 2 ആൾക്കാരാണ് ഹാൻഡ് റൈസ് ചെയ്തത്. അതായത് ഹയയും മിനിയാണ് 2 ആൾക്കാരാണ് ഹാൻഡ് റൈസ് ചെയ്തത്. എത്ര ആൾക്കാർ സംസാരിക്കാൻ റെഡിയാണ്? കാരണം ആദ്യം ടോപ്പിക് ഒന്നും പറഞ്ഞിട്ടില്ല, ഇൻട്രൊഡക്ഷനാ പറയേണ്ടതെന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അവർ 2 ആൾക്കാർ വന്നു. സെക്കൻഡ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, പേരും പ്ലേസേ പറയണ്ടത്. അപ്പൊ കുറച്ചും കൂടി കംഫർട്ട് ആയി. പേരും പ്ലേസ് ഇല്ല, അതൊന്നും വലിയ സിമ്പിൾ ആണ്, വലിയ കാര്യമില്ല. അപ്പൊ കുറച്ചും കൂടി ആൾക്കാർ വന്നു. പക്ഷേ ഇതിൽ ഏകദേശം 34 ആൾക്കാരുണ്ട്. ബാക്കി എല്ലാവരും എന്തുകൊണ്ട് വന്നിട്ടില്ല? എല്ലാം ഞാൻ റെഡിയാണ് സഫർ. ഓ സെറ്റ്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ എന്തുകൊണ്ട് വന്നിട്ടില്ല? നിങ്ങൾ പലതരത്തിലുള്ള തോട്ട്സ് ആയിരിക്കും നിങ്ങളുടെ ബാക്കിലേക്ക് വിൽക്കുന്നുണ്ടാവുക.
ഞാൻ എന്തിനാ ഹാൻഡ് റൈസ് ചെയ്യണോ? അല്ലെങ്കിൽ ഒന്നെങ്കിൽ സെഷൻ വെറുതെ കേൾക്കാൻ വന്നത്, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഇപ്പൊ എന്താണ്, ഞാൻ പറഞ്ഞിട്ട് ഓവർ ആക്കണോ, പറഞ്ഞ ബാക്കിയുള്ളവർ എന്താ വിചാരിക്കാം? ആം ഐ റൈറ്റ്? ശരിയാണോ? ബാക്കിയുള്ളവർ പലരും ഇതായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഞാൻ ഹാൻഡ് റൈസ് ചെയ്താൽ പറഞ്ഞപ്പോ വേറെ ആരെങ്കിലും പറഞ്ഞോളൂ, ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ. ഓ, ഓക്കെ ഓക്കെ. സുമയ്യ മാം പറഞ്ഞിരുന്നു. ഓ, ഓക്കെ ഓക്കെ. അപ്പൊ പല ആൾക്കാർക്കും പല കൺസേൺസും ഉണ്ടാവും. അതായത് മേ ബി എന്താ പറയുക, ബാക്കിലേക്ക് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ശരിയാവും, അങ്ങനെയുള്ള കുറെ സാധനം നമ്മളെ ബാക്കിൽ നിൽക്കുന്നുണ്ടാവും. മേ ബി ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ കുറെ ആൾക്കാർ റെഡി ആവാൻ സീരിയസ്ലി അപ്രീസ് ചെയ്യുക. നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ അല്ലെങ്കിൽ ഫസ്റ്റ് ആ ഒരു കംഫർട്ട് സോൺ നിങ്ങൾ ഇവിടെ ബ്രേക്ക് ചെയ്തെന്നുള്ളതാണ്. നമ്മൾ ഈ ബാക്കിലേക്ക് വോട്ട്സ് ഹോൾഡിംഗ് ബാക്ക് എന്നുള്ള ഫസ്റ്റ് വൺ ആണ് ഈ വോട്ട് അതേഴ്സ് തിങ്ക്. ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും, ഓരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഞാൻ ഇവിടെ പറഞ്ഞ ശരിയാവോ? ഈ അസുഖമുള്ള ഒട്ടുമിക്ക എല്ലാരും നല്ല രീതിക്ക് കഷ്ടപ്പെടും. കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. ആക്ച്വലി നമ്മൾ കേൾക്കുന്നതായിരിക്കും ഒട്ടുമിക്ക കുറെ സെഷനിൽ കുറെ ആൾക്കാർ പറയുന്നുണ്ടാവും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിക്കരുത്. പക്ഷെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അത് ചിന്തിക്കും. ഐ എം എ പേഴ്സൺ, ഞാൻ പണ്ട് എന്ന് പറയുന്നത് ഇതിൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാവരും നല്ലത് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ, ആരും മോശം പറയരുത്. എന്താ പറയാ, ആ ഒരു കംഫർട്ട് സോണിൽ ഞാൻ കളിക്കും. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യൂല എന്ന് പറഞ്ഞാൽ ചെയ്യൂല. ഇവൻ റോഡ് ക്രോസ് ചെയ്യാൻ പോലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ചെറിയ രീതിക്കൊക്കെ. പക്ഷേ അന്ന് പേടിയാണെങ്കിൽ ആ ഒരു പേടി മാറ്റി കൊടുക്കാനുള്ള സെഷനാണ് ഇന്ന് എടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ എന്താ പറയാ ബുദ്ധിമുട്ട് വരുന്നോ, പ്രോബ്ലംസ് വരുന്നോ, അതൊക്കെ അതൊരു ബ്ലെസ്ഡ് റീസൺ ആണ്. അന്ന് ആ ഒരു പ്രോബ്ലം വന്ന സമയത്ത് മേ ബി അത് ഇന്ന് ഇങ്ങനൊക്കെ ആവാൻ വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങളിപ്പോ ഒരു പ്രോബ്ലംസിലൂടെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് പിന്നീട് അത് നിങ്ങൾക്ക് വലിയ ഹയർ അല്ലെങ്കിൽ വലിയൊരു ചേഞ്ചിനോ അല്ലെങ്കിൽ വലിയൊരു കാര്യത്തിന് വേണ്ടി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യമാണ് ഈ മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ഞാനും അതിലൂടെ പോയിട്ട് വന്ന ഒരാളാണ്. ഇവൻ ഇപ്പൊ ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് കുറച്ച് വർക്കിൽ ഡ്രസ്സ് ഇടാണെങ്കിൽ, അത് അടുത്ത കസിൻ അല്ല ബട്ട് എന്നാലും ഒരു റിലേറ്റീവിന്റെ കല്യാണത്തിന് പോകുന്ന സമയത്ത് വർക്കിലെ ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കൺസേൺ ഉണ്ട്. എന്നെ എല്ലാവരും നോക്കോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഓവർ ആയോ, എല്ലാവരും ജാട വിചാരിക്കും. ഇവൻ നമ്മൾ എന്തെങ്കിലും കോൺവെർസേഷനിൽ ഞാൻ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞുപോയി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പിന്നെ എന്തെങ്കിലും പറഞ്ഞ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിക്കായിരിക്കും ഞാൻ പറഞ്ഞത് ആൾക്ക് ഹേർട്ട് ആയിട്ടുണ്ടാവോ, ഞാൻ പറഞ്ഞത് ശരിയായിട്ടുണ്ടാവോ, പക്ഷെ വെറുതെ കുറെ സംസാരിച്ചു. ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാൻ വെറുതെ കുറെ സംസാരിച്ചു, ഒന്നും വേണ്ടില്ല, എന്തിനാ പോയേ, അങ്ങനെ പലതും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പോവണ്ടേനോ, സംസാരിക്കണ്ടേനോ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിളിക്കാണ് സ്റ്റേജിൽ വന്നിട്ട് ഒന്ന് സംസാരിക്കുക. ആ സ്റ്റേജിൽ ഒന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മേ ബി തെറ്റിപ്പോയിട്ടുണ്ടാവും. തെറ്റിപ്പോയിട്ട് നിങ്ങൾ തെറ്റിപ്പോയി തിരിച്ചു വന്ന സമയത്ത് എല്ലാവരും കളിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിലിങ്ങനെ ആയിരിക്കും, എന്തിനാ സ്റ്റേജിൽ പോവേണ്ടേനു, ഇവരെല്ലാം ഇപ്പൊ എന്താ വിചാരിച്ചിട്ടുണ്ടായ, എല്ലാം തീർന്ന്, ലൈഫേ തീർന്ന്. ശരിക്കും പണ്ട് എനിക്ക് അങ്ങനെയാണ്. ഇവൻ ചെറിയ കാര്യത്തിന് പോലും ഞാൻ ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര ആൻസൈറ്റി ആണ്. അതുപോലെ തന്നെ എല്ലാം സെറ്റായിട്ട് നടക്കണം, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ അതൊക്കെ ഒന്ന് പൊളിച്ചടക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പല തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അവരെന്താ വിചാരിക്കുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നു ചിന്തിച്ച് നമ്മൾ ഒന്നും ചെയ്യൂല. എല്ലാവർക്കും ഡിഫറെന്റ് ഒപ്പീനിയൻ ആണ്, എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. നമ്മൾ അത് നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മളെ വാല്യൂ അല്ലെങ്കിൽ നമ്മളെ തന്നെയാണ് അവിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഗോൾസിലേക്ക് എത്തേണ്ട വഴി അല്ലെങ്കിൽ ഗോൾസിൽ എത്തേണ്ട സ്റ്റെപ്പാണ് നമ്മൾ അവിടെ ഓരോന്നോരോന്നായിട്ട് കളയേണ്ടത്. എന്റെ ഗൈഡ് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉടുപ്പില്ലാണ്ടാവണം എന്നുള്ളത്. ഉടുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല, അത് കംപ്ലീറ്റ് നമ്മൾ കളയണം. എന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടി പറ്റും. വെറുതെ സ്വപ്നം കാണാം, വെറുതെ ഡ്രീം കാണാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷേ നമ്മളെ അതിനുള്ള പ്രോപ്പർ ആക്ഷൻസ്, അതിനുള്ള സ്റ്റെപ്പ് എടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് എത്തുള്ളൂ എന്നുള്ളതാണ്. അല്ലാണ്ട് വെറുതെ ഇരുന്ന് കണ്ടിട്ടോ ആക്കിയിട്ടോ ഒരു കാര്യമില്ല. നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് ദുആ ചെയ്യാണ്, എനിക്ക് എക്സാം ഫുൾ മാർക്ക് കിട്ടണേ. പക്ഷെ നമ്മൾ ഒന്നും പഠിക്കാണ്ട് പോയി എക്സാം എഴുതാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചോക്ക്. ഒരിക്കലും എന്തെങ്കിലും അത്ഭുതം നടന്നിട്ട് നമുക്ക് ആരും അവിടെ എക്സാമിന് എഴുതി തരാനൊന്നും പോകുന്നില്ല. പഠിച്ചാൽ മാത്രമേ എക്സാമിന് കിട്ടുള്ളൂ. നന്നായി പഠിച്ചിട്ട് അതൊന്ന് ഈസി ആക്കി തരണേ പറയുന്ന സമയത്ത് അതിലൊരു കാര്യമുണ്ട്. നമ്മൾ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ല, പക്ഷെ അതിലുള്ള പ്രോപ്പർ ആക്ഷൻസ് എന്ന് പറയുന്ന സംഭവം അതെടുത്തിട്ട് മാത്രമേ കാര്യമുള്ളൂ എന്നുള്ളതാണ്. ആ എടുക്കുന്ന സമയത്ത് ഈ വോട്ട് അതേഴ്സ് ഇങ്ങനെയുള്ള കുറെ സാധനം ഉണ്ട് നമ്മൾ പിന്നിലേക്ക് വലിക്കുന്നത്. ഓക്കെ, നമ്മൾ ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിലേക്ക് സ്റ്റെപ്പ് എടുക്കാൻ മേ ബി നമുക്കൊരു വീഡിയോ ചെയ്ത് ഔട്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും.
പക്ഷേ ഞാൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ സംസാരം ശരിയാണോ, എന്റെ ചിരി ശരിയാണോ, എന്റെ പല്ല് ഇങ്ങനല്ലേ, എന്റെ ഫേസ് ഇങ്ങനല്ലേ, എന്റെ വോയിസ് എന്തോ അല്ലേ, അങ്ങനെയുള്ള പല തോട്ട്സ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്നെ ഇങ്ങനെ വന്ന് പറയൂലേ, ഇങ്ങനെയുള്ള കുറെ കൺസേൺസ് ഉണ്ടാവും. റൈറ്റ്? ഇവിടെ തന്നെ ഉണ്ടല്ലോ എല്ലാവരും. എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കൺസേൺസ് ആണ്, ഡിഫറെന്റ് പെർസെപ്ഷൻ ആണ്. അതായത് നിങ്ങളെ ചുറ്റുള്ള ആൾക്കാരെ നോക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. നിങ്ങളെ കണ്ടു മാറണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്വപ്നം കാണുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത് മേ ബി വേറെ നിങ്ങളെ കളിയാക്കുന്ന ആൾക്കാരപ്പുറത്തേക്ക് വേറെ കുറെ ആൾക്കാരൊക്കെ അത് ഭയങ്കര ഇൻസ്പയർ ആയിരിക്കും, വേറെ കുറെ ആൾക്ക് ഭയങ്കര കാര്യമായിരിക്കും. പക്ഷെ നമ്മളിപ്പോ നോക്കാൻ നമ്മളെ കുറ്റം പറയുന്നവരും നമ്മളെ ജഡ്ജ് ചെയ്യുന്നവരും അതിനപ്പുറത്തേക്ക് നമുക്ക് കുറെ പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് തന്ന കുറെ ആൾക്കാരുണ്ടാവും. അവരെ നമ്മൾ നോക്കൂല എന്നുള്ളതാണ്. ട്രൈ ടു ഫോക്കസ് ദാറ്റ്. നമുക്ക് ഇവൻ ജഡ്ജ് ചെയ്താലും നെക്സ്റ്റ് എന്ത് അതിലെങ്ങനെ മാറ്റം വരുത്താം, നമ്മൾ നല്ലത് പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ട്, നമ്മൾ പോസിറ്റീവ് സൈഡ് അത് ഫോക്കസ് ചെയ്തിട്ട് അതിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വേർ ദ ഫോക്കസ് ഗോസ് വേർ ദ എനർജി ഫ്ലോസ് ആണ്. നമ്മളെ ഫോക്കസ് എവിടത്തേക്കാണോ പോകുന്നത് അവിടത്തേക്കായിരിക്കും നമ്മളെ എനർജി കാര്യങ്ങളൊക്കെ പോവാം. നമ്മളെ ഫോക്കസ് വെറും എനിക്ക് അതില്ലല്ലോ, ഇതില്ലല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ, എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല, എല്ലാരും എന്തൊക്കെയാ ചെയ്യുന്നത്, കമ്പാരിസൺ. മറ്റുള്ളവർ എന്തൊക്കെയാ ചെയ്യുന്നത്, ഞാൻ മാത്രം എന്താ എപ്പോഴും ഇങ്ങനാ, എന്താ പറയുക, ഓരെന്തൊക്കെയോ ചെയ്യുന്നത്, അങ്ങനെ പറഞ്ഞ് മടി പിടിച്ചിട്ടിരിക്കും. അതിനപ്പുറത്തേക്ക് അത് ഒഴിവാക്കി ഫോക്കസ് ഓൺ യുവർ സെൽഫ്. നമുക്ക് എല്ലാവർക്കും കുറേ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ചെയ്യാൻ പറ്റാത്ത അവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്ത ബെസ്റ്റ് ആവുന്ന കുറെ കാര്യങ്ങൾ അത് നിങ്ങൾ ബെസ്റ്റ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. അതിനുള്ള ആക്ഷൻസ് സ്റ്റെപ്പ് എടുക്കാം. മേ ബി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല, പക്ഷെ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ഈ ഒരു ക്രിയേറ്റർ നമ്മൾ ഈ ഒരു ഭൂമിയിലേക്ക് ഇറക്കുന്ന സമയത്ത് എല്ലാ കഴിവുകളോട് കൂടിയിട്ടാണ് ഈ ഒരു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ വന്ന സിറ്റുവേഷൻസ്, നമ്മൾ വന്ന സാഹചര്യം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറഞ്ഞ കമാൻഡ്സ്, അതൊക്കെ കൊണ്ട് നമ്മൾ വളർന്നു വരുമ്പോൾ ഓരോന്നായിട്ട് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഫിക്സഡ് മൈൻഡ് സെറ്റ് പോലെ ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ, എനിക്ക് ഇതേ പറ്റൂ, എനിക്ക് ഇത്ര മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ, ഇതിനപ്പുറത്തേക്ക് പറ്റൂല, അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇരിക്കും എന്നുള്ളതാണ്. ഈ യുണീക്നെസ് ടാക്സിൽ പറയുന്നത് നമ്മൾ ആ ഒരു യുണീക്നെസ് ഉണ്ടാവും നമ്മൾ എല്ലാവരും ഉള്ളിലും. എവ്രി വൺ ഈസ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. എല്ലാവരും വ്യത്യസ്തമാണ്. അതായത് ഞാൻ ചെയ്യുന്ന പോലെ അല്ല അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പോലെയല്ല എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളതായ കഴിവുകളുണ്ട്. ഒന്ന് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളെ സെൽഫിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ കണ്ടെത്താൻ വേണ്ടി പറ്റും നമ്മുടെ പാഷൻസ് എന്താണ്, നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ. എല്ലാ കാര്യങ്ങളും നമ്മളെ അകത്തേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവ്രിതിങ് എല്ലാം കിട്ടും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കമ്പാരിസൺ ഇങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മടി. അതായിരിക്കും നിങ്ങൾ മെയിൻ ആയിട്ട് ബാക്കിലേക്ക് വെക്കുന്നത്. ഓക്കെ, ഈ മടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യൂല, എനിക്ക് മടിയാന്നുള്ളത്. റൈറ്റ്? അതിന് പല തരത്തിലുള്ള റീസൺസ് ഉണ്ടാക്കും. ഇതുകൊണ്ടാണ്, ഇങ്ങനെ കാരണം കൊണ്ടാണ് ഞാൻ ചെയ്യാതെ. അത് നിങ്ങൾ മടിയാന്ന് ഒരാള് ഞാൻ ഇതുവരെ മടിയാ പറയുന്നതല്ല. മടിയാന്ന് നമ്മൾ പറയൂല, കുറെ കാരണങ്ങൾ ഉണ്ടാക്കും. നമ്മൾ ശരിക്കും എന്ത് കാര്യം നമുക്ക് വിചാരിച്ച ചെയ്യാൻ പറ്റുന്നതാവുള്ളൂ. വിചാരിച്ച പറ്റാതെ ഒരു കാര്യം ലോകത്തില്ല. പക്ഷെ നമ്മളൊക്കെ കുഴപ്പം നമുക്ക് മടി കാരണം നമ്മൾ എന്താക്കും, എന്തൊക്കെയോ റീസൺസ് വെക്കും. ഇന്ന് അവിടെ പോകാനുണ്ടായിരുന്നു, ഇന്ന് നമുക്ക് ഒന്നും കയ്യിലുണ്ടായിട്ടില്ല, ഭയങ്കര തലവേദനയാണ്, അത് ഇതെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ മടിച്ചിരിക്കും എന്നുള്ളതാണ്. ഈ മടി എങ്ങനെ മാറ്റാം? ഹൗ മെനി ഓഫ് യു, എത്ര ആൾക്കാരുടെ മടിയന്മാരായിട്ടുണ്ട്? ഹോണസ്റ്റ്ലി പറഞ്ഞോ, അല്ലെങ്കിൽ മടി മാറ്റണം, ഒന്ന് സെറ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? അതായത് മടിയാന്നൊന്നും പറയണ്ട, പക്ഷേ ഇറ്റ്സ് മടീന്റെ അപ്പുറത്തേക്ക് മേ ബി നമ്മൾ ലാക്ക് ചെയ്യായിരിക്കും. ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്തോ റീസൺ കാരണം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, എന്തോ ഒരു എനർജി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തോ മൂഡില്ല, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നുണ്ട്, ബട്ട് ഒരു എന്താ പറയാ, നമുക്ക് ആ ഒരു സംഭവം ഒരു എനർജി, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ആവേശം വരുന്നില്ല എന്ന് പറയും. ഇങ്ങനെയുള്ള എത്ര ആൾക്കാരുണ്ട്? ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ ആക്ഷൻസ് എടുക്കണമെന്നുണ്ട്, പക്ഷേ എന്തൊക്കെ റീസൺ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, എനർജി ഇല്ല, അത് ഇതെന്നൊക്കെ ഉള്ള രീതിയിൽ എത്ര ആൾക്കാരുണ്ട്? ഓക്കെ, കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. ഈ മടി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളെ ബ്രെയിനിലെ വലിയ കാര്യം മടി ഉള്ള സമയത്ത് തന്നെയാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ. അതാണ് നമ്മളെ തേർഡ് സംഭവം. ഈ പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, പിന്നീട് ചെയ്യാം, അതിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, ഈ മടിയും ഇതും ഒന്നിച്ച് കൂട്ടാൻ പറ്റുന്ന സാധനമാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ, ഈ ഒരു മടി എന്ന് പറഞ്ഞ സംഭവം. ഈ മടി എങ്ങനെ മാറ്റാൻ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ബ്രെയിനിൽ നമ്മള് വലിയ കാര്യം കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മള് കുറെ കാര്യം ചെയ്യണം, അത് ചെയ്യണം, ഇത് നമ്മൾ ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി, ഡ്രീംസ് ഉണ്ടാക്കി നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതും 10 ലക്ഷം ഏൺ ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയാ ഒരു കോടി ഏൺ ചെയ്യണം. ബ്രെയിനിന് ഫസ്റ്റ് നമ്മളൊരു
10,000 ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല നമ്മളെ ആ ഒരു മെല്ലെ മെല്ലെ പോലെ ഫസ്റ്റ് തന്നെ ബ്രെയിനിൽ വലിയൊരു മല പോലെ എടുത്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാല് ബ്രെയിനിന് തന്നെ മനസ്സിലാവില്ല ഇത് എവിടുന്ന് തുടങ്ങണം എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് സ്റ്റാർട്ട് സ്മോൾ, കുഞ്ഞു കുഞ്ഞു കാര്യം വെച്ച് തുടങ്ങാം. ഓക്കെ, കുഞ്ഞു കുഞ്ഞു കാര്യം എന്ന് പറയുന്നത് മേ ബി ചെറുതായിരിക്കാം. ഡെയിലി ഇപ്പൊ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു വേർഡ്സ് പഠിക്കുന്നതാവാം. അത് നിങ്ങൾ ഡെയിലി കൺസിസ്റ്റൻസ് ആയിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അതുമാത്രം നിങ്ങൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവാനേ. നമ്മൾ വിചാരിക്കുകയാണ് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ വലിയ സെഷൻസ് കയറണം, കുറേ സമയം സംസാരിക്കണം. ഫസ്റ്റ് ഡേ നിങ്ങൾ സംസാരിക്കും കുറേ സമയം, സെക്കൻഡ് ഡേ ആകുമ്പോൾ അത് കുറഞ്ഞു വരും, പിന്നെ തീരെ ചെയ്യലുണ്ടാവില്ല. ഇതേപോലെ തന്നെയാണ് ജിമ്മിന് പോക്കും. ഫസ്റ്റത്തെ 2 ദിവസം ഭയങ്കര ആവേശമായിരിക്കും, ജിമ്മിന് പോവാ എക്സസൈസ് ചെയ്യാം, അന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂർ ചെയ്യും. പിന്നെ പിന്നെ അതിങ്ങനെ കുറഞ്ഞു വരും. അതിനപ്പുറത്തേക്ക് സ്റ്റാർട്ട് സ്മോൾ, ചെറുതിൽ നിന്ന് തുടങ്ങാന്നുള്ളതാണ്. നമ്മൾ ചെറുതായിട്ട് ചെയ്യുന്ന സമയത്ത് അത് ബ്രെയിനിന് ഭയങ്കര ഈസി ആവും, നിങ്ങൾക്ക് ചെയ്യാനും ഭയങ്കര താല്പര്യം ഉണ്ടാവും. അത് കുറച്ച് സമയമുള്ളൂ, വേഗം തീർക്കാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ, വേഗം ചെയ്ത് തീർക്കാം. ആ ഒരു മാറ്റി വെക്കുന്ന സംഭവം കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് കുറച്ച് സമയം കൊണ്ട് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ, അത് ചെയ്യാം. അതിനപ്പുറത്തേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ കുറേ ടൈം എടുത്ത് ചെയ്യുന്ന സമയത്ത് നമ്മളുള്ളിൽ തന്നെ അത് കുറേ ടൈം എടുക്കും, എനർജി കുറേ മാറും, ഞാൻ ഭയങ്കര ടയേർഡാണ്, അങ്ങനെ വിചാരിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി തുടങ്ങൂല. ഓക്കെ, അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. ഞാൻ ഒരു സ്റ്റോറി പറയാം, നിങ്ങൾ റെഡി ആണോ സ്റ്റോറി കേൾക്കാൻ? ഹൗനോഫിയോ സ്റ്റോറി കേൾക്കാൻ റെഡി ആണോ? ഓക്കെ, ഒരു ദിവസം, ഓക്കെ റെഡി റെഡി റെഡി, ഇവിടെ എല്ലാരും ഉണ്ടല്ലോ, എല്ലാരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ആവേശാക്ക്. കാരണം വെറും ഞാൻ മാത്രം സംസാരിച്ച് ഇരിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ ഓൺലൈനെ കാട്ടി ഏറ്റവും കൂടുതൽ നമുക്ക് എൻഗേജ് ചെയ്യാൻ വേണ്ടി പറ്റുക ഓഫ്ലൈൻ ആണ്. പക്ഷെ നമുക്ക് ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് ഓഫ്ലൈനിൽ പോലും നമുക്ക് ചെറിയ രീതിയിൽ വൈബാക്കാം. ഓക്കെ, എല്ലാവരും റെഡിയാണ്, ഫയറൊക്കെ ഇടാ, ഹാർട്സ് ഇടാ, അങ്ങനെയൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്യുക ചാറ്റ് ബോക്സ്. അതാകുമ്പോൾ നമുക്കൊന്ന് നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കൺഫേം ചെയ്യാം. അല്ലെങ്കിൽ കുറെ ആൾക്കാർ വീഡിയോസ് ഓൺ ആക്കി അല്ലെങ്കിൽ വീഡിയോസ് ഓൺ ആക്കാണ്ട് ഫോൺ അവിടെ വെച്ച് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ പല തരത്തിലുണ്ടാവും. എനിവേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സ്റ്റോറി പറയുന്നത് എന്താ പറയാ, ഒരു ദിവസം ശിഷ്യനും, അതായത് പണ്ടത്തെ കാലത്ത് ഗുരുകുല സിസ്റ്റമാണ്, ഗുരു ഉണ്ടാവും ശിഷ്യൻ ഉണ്ടാവും. അപ്പം ഈ ശിഷ്യന് എന്താ പറയാ, ഗുരു എന്താക്കി ഒരു യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ശിഷ്യൻ എന്ന് പറയുമ്പോൾ ഭയങ്കര മടിയാണ്. മടി എന്ന് പറയുന്നത് എന്ത് ചെയ്യാനും ഭയങ്കര ലാഗിങ് ആയിരിക്കും, ഒന്നും ചെയ്യൂല, പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യൂല, ഇങ്ങനെ ലാഗ് ആക്കിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ ഗുരു എന്താക്കി ശിഷ്യന്റെ അടുത്ത് പറഞ്ഞു, ഇത് ഞാൻ നിനക്കൊരു സമ്മാനമായിട്ട് ഇന്ന് തരാം, ഇന്ന് ഞാൻ ഒരു യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഒരു കറുത്തൊരു കല്ലെടുത്തിട്ട് ആൾക്ക് കൊടുക്കാണ്, ഇത് മാജിക്കൽ റോക്കാണ്, ഇത് നീ കാണുന്ന പോലത്തെ റോക്കല്ല, ഇത് നീ ഏതെങ്കിലും മെറ്റലിൽ പോയി ഇരുമ്പിൽ പോയി ഒരുക്കാണെങ്കിൽ ആ ഒരു ഇരുമ്പ് സ്വർണ്ണമായി മാറും എന്നുള്ളത്. അങ്ങനെ ആ ഒരു മടിയനായ ഒരു ശിഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് ആ ഒരു ഗുരു പോയി. അങ്ങനെ ഗുരു പോയ സമയത്ത് ശിഷ്യൻ പറഞ്ഞ്, ഞാൻ നാളെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരും, അതിന്റെ ഉള്ളിൽ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, 10 സെക്കൻഡ്. അപ്പൊ നാളെ വരുന്നതിന്റെ ഉള്ളിൽ നീ ഇത് എനിക്ക് തിരിച്ചു തരണം എന്ന്. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, ഓക്കെ ഫൈൻ, അതിന് കുറേ സമയമുണ്ട്, 1.5 ദിവസം ബാക്കിയുണ്ട്, അതെന്നാലും നമുക്ക് ചെയ്യാന്നുള്ളത്. ഞാൻ ഒന്ന് ഒറ്റ 2 മിനിറ്റ് ഒന്ന് റിയലി സോറി കേട്ടോ, സോറി. കാരണം എന്താ വെച്ചാൽ ഇവിടെ വീട്ടിൽ വേറെ ആരും ഇല്ല, അപ്പൊ ആരോ വന്നിട്ടാണ്, ഗസ്റ്റ് വന്നിട്ടാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ കല്ല് കൊടുത്തിട്ടുണ്ട്, അപ്പൊ ഇനി ശിഷ്യൻ ആ കല്ല് ഉറക്കാൻ വേണ്ടി പോകണം. അപ്പൊ ശിഷ്യൻ എന്ന് പറഞ്ഞ്, ഓക്കെ ഈ കല്ല് ഇനിയിപ്പോ നാളെ വൈകുന്നേരം വരെ സമയം ഉണ്ടല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ നാളെ ചെയ്താൽ മതി, ഇന്നിപ്പോ രാവിലെ ഉണ്ട്, എത്ര മണിക്കൂർ ബാക്കി കിടക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയാ, ഗുരു പോയിട്ട് ആള് വിചാരിച്ച്, ഓക്കെ ഇന്ന് ഇപ്പൊ എന്തായാലും ദിവസം കഴിഞ്ഞ് ഇനി ഇങ്ങനെ പോട്ടെ, നാളെ മോർണിംഗിൽ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ നാളെ പിറ്റേന്ന് മോർണിംഗ് ആയി. അപ്പം ഇയാളിങ്ങനെ സ്വപ്നം കാണാണ്, റിച്ച് ആവുന്നത്, കുറേ സ്വർണം, കുറെ ലൈഫൊക്കെ സെറ്റിൽ ആവുന്നത് ഇങ്ങനെ കാണാണ്, കുറെ ഇരുമ്പിൽ ഒരിച്ചിട്ട്. കാരണം ആളിങ്ങനെ സെർച്ച് ചെയ്ത് എവിടെയാണ് ഇരുമ്പിന്റെ ഷോപ്പില്ലേ, അപ്പൊ നാളെ രാവിലെ അവിടത്തേക്ക് പോയല്ലേ വേണ്ടി. അപ്പൊ ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണാണ് കുറേ സ്വർണം കിട്ടുന്നത്, ആള് റിച്ച് ആവുന്നത്, ഫാമിലി ഒക്കെ സെറ്റ് ആവുന്നതൊക്കെ. അങ്ങനെ പിറ്റേ ദിവസമായിട്ട് രാവിലെ ഇയാളെ വിചാരിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം പോവാന്ന്. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വയറ് നിറയെ ഭക്ഷണം കഴിച്ച ശേഷം ഇയാൾ വിചാരിച്ചു ഒന്ന് കടന്നിട്ട് പോവാം, ഒന്ന് കുറച്ച് ഉറങ്ങട്ടെ, അതിനുശേഷം പോവാം. അങ്ങനെ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ഗുരു വന്നിട്ട് പറഞ്ഞു, നിന്റെ സമയം കഴിഞ്ഞ് ആ റോക്ക് തിരിച്ചു തന്നേക്ക്. ഇവിടെ ഇപ്പൊ എന്ത് സംഭവിച്ചേ? ഇതേപോലെ തന്നെയാണ് നമ്മളെ ലൈഫ്. അതായത് പിന്നെ നാളെ ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമ്മളെ സമയം കൂടിയാണ് അവിടെ പോകുന്നത്.
കഴിഞ്ഞ സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടൂല. സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞതാണ്. ആം ഐ റൈറ്റ്? അതായത് സമയം ഒരിക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞതാണ്. അതായത് ഈ ഒരു മൊമെന്റ് ഇപ്പൊ മാത്രമേ ഉള്ളൂ. ഈ ഒരു മൊമെന്റ് ഒരിക്കലും നമുക്ക് എത്ര നോക്കി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടൂല. അപ്പൊ ഇപ്പോഴുള്ള സമയം ഉണ്ടല്ലോ, അത് നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കാന്നുള്ളതാണ്. അത് പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, ഇപ്പൊ നമുക്കൊരു മൂടില്ല, നമുക്കൊരു ആവശ്യമില്ല എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് നമ്മളെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമുക്ക് സക്സസ് ആവേണ്ട ടൈം അവിടെ കൂടും എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം ലാഗ് ആക്കുന്നത്. ഓക്കെ, പിന്നെ മടി മാറ്റം അല്ലെങ്കിൽ പ്രോക്രാസ്റ്റിനേഷൻ മാറ്റാനുള്ള വേറൊരു വഴി നമുക്കൊന്ന് ക്ലാരിറ്റി കിട്ടാന്നുള്ളതാണ് നമ്മളെ മൈൻഡിന്. അതായത് നമ്മൾ ദാഹിക്കുമ്പോൾ വെള്ളമെടുത്ത് കുടിക്കുമല്ലോ, റൈറ്റ്? നമ്മളെല്ലാവരും ദാഹിക്കുമ്പോൾ വെള്ളമെടുത്ത് കുടിക്കും. അത് നമ്മൾ അഫർമേഷൻസോ കുറെ ടൂൾസോ വിഷ്വലൈസേഷൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യോ? ഇല്ലല്ലോ. നമ്മൾ ദാഹിക്കുമ്പോൾ വെള്ളമെടുത്ത് കുടിക്കും. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ദാഹിക്കുമ്പോൾ വെള്ളമെടുത്ത് കുടിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ആക്ഷൻസ് എടുക്കും, പണിയെടുക്കാൻ വേണ്ടി തുടങ്ങും എന്നുള്ളതാണ്. അതിന്റെ അപ്പുറത്തേക്ക് എന്താ പറയാ, വേണ്ടാത്തൊരു കാര്യമാണെങ്കിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലാണ് നിങ്ങൾ അതിങ്ങനെ ലാഗാക്കിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്കൊരു ഡ്രീംസ് ഉണ്ട്, ഗോൾസ് ഉണ്ട്, നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണം, ഒന്നെങ്കിൽ വീഡിയോ ഔട്ട് ചെയ്യലാവാം, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കാര്യമാവാം, അല്ലെങ്കിൽ ഡെയിലി പഠിക്കലാവാം, വോട്ട് എവർ, അല്ലെങ്കിൽ പുതിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് തുടങ്ങലാവാം. അത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? മൈൻഡിന് പ്രോപ്പർ ക്ലാരിറ്റി കൊടുക്കുക. മൈൻഡിന് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ലാഗ് ആക്കിക്കൊണ്ടേയിരിക്കുന്നത്. പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, പിന്നീട് ചെയ്യാം എന്നുള്ള രീതിയിൽ പ്രോപ്പർ ക്ലാരിറ്റി കൊടുക്കുക. വൈ ഐ എം ഡൂയിങ് ദിസ്, എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് ആരും ഇങ്ങനെ പറയും, ഇത് ചെയ്താൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, ഇത്ര ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി പറ്റും, ആൻഡ് ഇങ്ങനെ ആൾക്കാരിലേക്ക് എത്തിയിട്ട് എന്താ കാര്യം, എന്താണ് എനിക്ക് ബെനിഫിറ്റ്? അങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യൻസ്, ഈ വൈ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ബുക്ക് തന്നെ ഉണ്ട്, സ്റ്റാർട്ട് വിത്ത് വൈ. ഞാൻ ഇപ്പൊ കറന്റ് വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ്. എന്ത് കാര്യം വൈ എന്നുള്ള ഒരു ഫാക്ടർ വെച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ക്ലാരിറ്റി കിട്ടും. ആ ഒരു ക്ലാരിറ്റി കിട്ടുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. എന്താണോ ചെയ്യേണ്ടത് അത് കറക്റ്റ് കിട്ടും. ഒട്ടുമിക്ക നമ്മളെ പ്രോബ്ലത്തിന്റെ ഒക്കെ പ്രശ്നം നമ്മൾ ലാഗ് ആക്കുന്നതും ഈ മടിയായിട്ടിരിക്കുന്നതൊക്കെ ഈ വൈ ഫാക്ടർ അറിയാതെ കൊണ്ടാണ്. എന്തിനു വേണ്ടിയിട്ടാ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനോ വേണ്ടിയിട്ട്, എനിക്കറിയില്ല ഞാൻ എന്തിനാ ചെയ്യുന്നത് എന്നുള്ളത്. ആർക്കോ എന്തിനോ വേണ്ടി, മേ ബി വാലിഡേഷൻ ആവാം, അല്ലെങ്കിൽ മേ ബി അത് നിങ്ങൾക്ക് പോലും ഉണ്ടാവില്ല. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ചെയ്യേണ്ടേ വിചാരിച്ച് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് വൈ ഐ ആം ഡൂയിങ് ദിസ്, അത് നിങ്ങൾക്ക് റൈറ്റ് അല്ലെങ്കിൽ സേ നോ, എനിക്ക് ഇതല്ല വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യുന്ന കാര്യത്തിനോട് ഒരു ഇഷ്ടമില്ല, അല്ലെങ്കിൽ ചെയ്യാൻ ഭയങ്കര മടി, ലാഗിങ്, നിങ്ങൾ കറക്റ്റ് ചോദിക്കുക. അഥവാ നിങ്ങൾക്ക് അത് വേണ്ടതല്ലെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾക്ക് പിന്നെ എന്താ വേണ്ടത്, എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടം? ഈ ഒരു പാഷൻ എന്ന് പറയുന്നത് വെറുതെ ചെയ്യലല്ല. നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബേർഡനോ ഒരു സ്ട്രെസ്സോ ഒന്നും ഫീൽ ചെയ്യാണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിനാണ് ഈ ഒരു പാഷൻ എന്ന് പറയുന്നത്. നമ്മളെ ചെയ്യേണ്ടേ വിചാരിച്ച് ചെയ്യുന്നതും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും. ബാക്കിയുള്ളവർക്ക് നല്ല ഡിഫറെന്റ് ആയിട്ട് നമ്മൾ അത് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ബാക്കിയുള്ളവർക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ ബാക്കിയുള്ളവരും കൂടെ അത് ഇഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങും എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്ത് നമ്മളൊരു ഡെഡിക്കേഷൻസും നമ്മൾക്ക് ഒരു ലവും ലൈറ്റൊക്കെ ഒന്ന് കൊടുത്താൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് അത് ഫീൽ ചെയ്യുള്ളൂ. നമ്മൾ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് അതേ ഫീൽ ചെയ്യും. ഇപ്പൊ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സെയിൽസ് നടത്തുന്നില്ല അല്ലെങ്കിൽ ഒന്നും ശരിയാവുന്നില്ല എന്ന് പറയുന്നത് ആക്ച്വലി ചെയ്യേണ്ടേ വിചാരിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് സാലറി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചെയ്താൽ മാത്രം ഇതായത് കൊണ്ടെന്ന് ഉള്ള രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് അതിനപ്പുറത്തേക്ക് എന്തിനാ ഇതിനാ ചെയ്യുന്നത്, ഇത് ചെയ്തുകൊണ്ട് എന്താണ് ഉപകാരം? ഈ പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് കുറെ സ്റ്റുഡൻസ് സ്റ്റുഡൻസ് ആയിട്ട് എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ഓക്കെ, ഓക്കെ, സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഹാൻഡിൽ ചെയ്യും. ഓക്കെ, സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞാലും മതി. ഹൗ മെനി ഓഫ് യു ആർ ഇൻ സ്റ്റുഡൻസ്? ഓക്കെ, കുറെ ആൾക്കാരുണ്ടോ സ്റ്റുഡൻസ് ആയിട്ട്? ഓക്കെ, ഫൈൻ. നമുക്കൊക്കെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പൊ എല്ലാവരും ലാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പഠിക്കാനുണ്ട്, കുറെ ചെയ്യാനുണ്ട്, പക്ഷെ നമ്മൾ പഠിക്കാനിരിക്കൂല. നമ്മൾ ഒരു റീലായിരിക്കും നോക്കുന്നുണ്ടാവുക, അത് മേ ബി 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുക്കും എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയില്ല, കാരണം ഞാനും റീല് കാണുന്ന ആളാണ്, ഞാനും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ നമുക്കത് മെല്ലെ മെല്ലെ കുറക്കാൻ വേണ്ടി പറ്റും, നമ്മൾ അവെയർ ആണെങ്കിൽ. ഈ പഠിക്കാൻ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട്, റുട്ടീനൊക്കെ സെറ്റ് ആക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരെ സംബന്ധിച്ചോളം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് 5 സെക്കൻഡ്സ് റൂൾ യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഇതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. 5 4 3 2 1 എന്നിട്ട് ചെയ്യാൻ തുടങ്ങാം. അതായത് നമ്മൾ ബുക്ക് തുറക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പഠിക്കും. ഇപ്പം ജിമ്മിന് പോകണം, എക്സസൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം, അത് നിങ്ങളെ മൈൻഡിൽ കൊടുക്കുക. നാളെ ഞാൻ ഷൂ കെട്ടും,
അതാവുമ്പോൾ മൈൻഡ് ചെറുതാണ്. നാളെ ഷൂ കട്ടേ വേണ്ടി വരും. ജിമ്മിനൊന്നും പോരുത്. നാളെ മൈൻഡിൽ കൊടുക്കാൻ ആ ഷൂ ലൈസ് കെട്ടുന്നു മാത്രം. അപ്പൊ മൈൻഡിൽ ഓക്കെ ഞാൻ നാളെ ഷൂ ലൈസ് കട്ടേ ചെയ്യാം. അപ്പൊ മൈൻഡിന്റെ ഭയങ്കര ഈസിയായി രാവിലെ എനിക്ക് ഷൂ മാത്രം കെട്ടാം. ഡെഫിനറ്റ്ലി നിങ്ങൾ ഷൂ കെട്ടാണെങ്കിൽ നിങ്ങൾ ഓടാൻ വേണ്ടി പോകും അല്ലെ? നിങ്ങൾ ഓടും എന്നുള്ളതാണ്. ഷൂ കെട്ടിയ പിന്നെ ഓടിയാൽ പോരെ, എന്തിനാ വെറുതെ ഷൂ കെട്ടണേ? പക്ഷെ മൈൻഡിന്റെ ചെറിയ കാര്യം കൊടുക്കുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളൊക്കെ പ്രശ്നം ആ ഒരു സ്റ്റാർട്ടിങ് ആണ്. ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ സെറ്റാണ്, പക്ഷെ അവർ തുടങ്ങി കിട്ടാനാണ് പണി. സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടാണ്ട് സംസാരിക്കൽ ഒരു രസമില്ല. സ്റ്റാർട്ടിങ് കിട്ടാൻ ഒരു പണി, പിന്നെ ഉള്ളിലൊരു പേടി, ഞാൻ സംസാരിച്ച തെറ്റോ. ഇത് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ ഇത് എനിക്ക് പറ്റിയ സാധനമാണോ, ഇത് സംസാരിക്കാൻ പറ്റുന്നതാണ്, എനിക്ക് പറ്റോ ഇല്ലയോ എന്ന് നമ്മൾ ആക്ഷൻസ് എടുത്താൽ, അല്ലെങ്കിൽ സംസാരിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. സംസാരിക്കാണ്ട് അവിടെ നിന്നിട്ട് വേറെ ആർക്കോ പതറി പോയില്ലെങ്കിൽ എല്ലാവർക്കും അത് പതറി പോകുന്നല്ല. നമ്മൾ സംസാരിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി നാലാൾക്കാരെ മുമ്പ് സംസാരിക്കാൻ വേണ്ടി പറ്റുമോ, നിൽക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കണം, സ്റ്റുഡൻസിന്റെ അടുത്ത് നമുക്ക് പറയാനുള്ളത്, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ മൈൻഡ് കൊടുക്കുക, ബുക്ക് ഞാൻ തുറന്നു വെക്കും. ഡെഫിനറ്റ്ലി ബുക്ക് തുറക്കാണെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിക്കുക അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ മൈൻഡിൽ സെറ്റ് ചെയ്യാന്നുള്ളത്. സ്റ്റാർട്ട് വിത്ത് സ്മോൾ, ചെറുതിൽ വെച്ചിട്ട് നിങ്ങൾ തുടങ്ങാൻ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തു പോകുമോ എന്നുള്ളതാണ്. റൈറ്റ്? അപ്പൊ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് മെൽ റോബിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് 5 seconds റൂൾ. 5, 4, 3, 2, 1 സ്റ്റാർട്ട്. നിങ്ങൾക്ക് ഇപ്പൊ ബെഡ് നിന്ന് എണീക്കണം, രാവിലെ എണീക്കണം എന്ന് ആഗ്രഹിക്കണം, പക്ഷെ എണീക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ രാവിലെ എണീറ്റ് ഉടനെ തന്നെ 5, 4, 3, 2, 1 സ്റ്റാർട്ട്. ഇപ്പൊ റീല് നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ റീല് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണം, പക്ഷെ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ അവെയർ ആയിരിക്കും, പക്ഷെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യൂല. 2 റീലും കൂടി. അപ്പൊ നിങ്ങൾ മൈൻഡിൽ കൊടുക്കുക 5 സെക്കൻഡിനായിട്ട് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു 2 റീൽസും കൂടി കാണും. 5, 4, 3, 2, 1 സ്റ്റോപ്പ്. ഫോൺ അടവെക്കുക, നിങ്ങളെ കാര്യങ്ങൾ ചെയ്യാം. ആ ഒരു തരത്തിലേക്ക് ചെയ്തു പോവാന്നുള്ളതാണ്. കാരണം ഇപ്പൊ എന്നൊക്കെ പറയുന്നത് നമ്മൾ പോലും അവെയർ ആവുന്നില്ല, നമ്മളിങ്ങനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഫോൺ നമ്മളെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഫോൺ നമ്മളെ കൺട്രോൾ ചെയ്തിരിക്കുക തന്നെയാണ്. കാരണം നമുക്ക് ഫോൺ ഇല്ലാണ്ട് ഒരിക്കലും നിൽക്കാൻ വേണ്ടി പറ്റൂല. ദാറ്റ്സ് കൺട്രോളിങ് അസ്. ശരിക്കും നമ്മളെ കൺട്രോൾ ചെയ്താണ്. നമ്മൾ ടെക്നോളജീന്റെ ലോകത്താണ്. ഇന്നുള്ള ജനറേഷൻ എന്ന് പറയുന്നത് ബീറ്റാ ജനറേഷൻ ആണ്. അവരൊക്കെ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ കുറെ ജോബ് പോകും. ഇപ്പോഴും നമ്മളെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല. നമ്മളെ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അപ്ഡേറ്റഡ് ആയി പോകും. കാരണം എവറിത്തിങ്, ചെറിയ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും ChatGPT ഇപ്പൊ കിട്ടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ടെക്നോളജി ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ അപ്ഡേറ്റഡ് ആവാ, സ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടേ ഇരിക്കാന്നുള്ളത്. നെവർ സ്റ്റോപ്പ് ലേണിംഗ്. ലേൺ ചെയ്യുന്നത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. ഞാനൊരു ഹൗസ് വൈഫ് ആണല്ലോ, മക്കളായല്ലോ, ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, നെവർ. മേ ബി നിങ്ങൾക്കൊരു മക്കളായതായിരിക്കും നിങ്ങൾ മേ ബി ബാക്കിലേക്ക് വിൽക്കുന്നുണ്ടാവുക, പഠിക്കുന്നതിനെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനെ പറ്റി. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്താണോ ഡ്രീംസ്, നിങ്ങൾ അത് ഫോളോ ചെയ്യാം. അതായത് നിങ്ങൾ അതിന്റെ സാഹചര്യം, നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ചം ചെയ്യേണ്ടതൊക്കെ ചെയ്യുമെന്ന് പറയുന്ന പോലെ, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ പഠിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ വഴി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ വേറെ കുറെ ഓൺലൈൻ കോഴ്സസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാം. വീട്ടിലിരുന്നാൽ തന്നെ ഏൺ ചെയ്യാം. അങ്ങനെ പലതരത്തില് നമ്മളെ ചുറ്റും നിരവധി ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്, നിരവധി ഇൻഫർമേഷൻസും നോളജും കിടക്കുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയും, അതിനെന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഓവർലോഡ് ആവുന്ന സമയത്ത് ആർക്കൊന്നും വേണ്ടാത്ത പോലത്തെ ഒരു അവസ്ഥ, ആർക്കൊന്നും ചെയ്യേണ്ടത് നിരവധി. കാരണം ഈ ഒരു കാലത്ത് നമ്മൾ ഓപ്പർച്യൂണിറ്റീസിന്റെ കാലമാണ്. നോളജ്, ഇൻഫർമേഷൻ, കാരണം ഒന്ന് ChatGPT ഒരു സാധനത്തിനെ പറ്റി അറിയാം, എല്ലാ ഇൻഫർമേഷൻസും ChatGPT കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങളടുത്ത് നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ എത്രത്തോളം നമ്മൾ ചെയ്യുന്നു, ഇപ്പൊ എത്രത്തോളം നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്ത് ചെയ്യുന്നുണ്ടോ അതിന് കണക്കായിട്ടായിരിക്കും നിങ്ങളെ റിസൾട്ടിന്റെ ആ ഒരു സാധ്യത. നിങ്ങൾ ഇപ്പം വേഗം ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ നിങ്ങളെ റിസൾട്ട് വേഗം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇപ്പോഴും ലാഗാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിങ്ങനെ ലാഗാക്കിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം വേറെ ഒന്ന് പറയാനുള്ളത്, വേറൊരു സാധനമാണ് ഫിയർ ഓഫ് ഫെയിലർ. തുടങ്ങിക്കഴിഞ്ഞാൽ തോറ്റു പോകുമോ എന്നുള്ള പേടി. എനിക്കിത് പറ്റിയതാണോ, ഞാൻ തോറ്റു പോവോ, പരാജയപ്പെട്ടുവോ, അങ്ങനെയുള്ള കുറെ പേടിയുണ്ടാവും. ബട്ട് എന്താ പറയാ, തോക്കലോ ജയിക്കലോ അല്ല. എല്ലാവരും ഏതൊരു സക്സസ്ഫുൾ ആൾക്കാരെ എടുത്തു കഴിഞ്ഞാലും അവർ ഡയറക്റ്റ് ജയിച്ചു വരും എന്നല്ല. അവര് വഴിയെ അവർക്ക് എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും എപ്പോഴും ഉയർച്ച മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. അപ്പം എന്താ പറയാ, അപ്സ് ആൻഡ് ഡൗൺസ് വരുന്ന സമയത്ത്, ഡൗൺ ആവുന്ന സമയത്തായിരിക്കും നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാം. അങ്ങനെയാണ് ഈ ലോകത്ത് കുറെ കാര്യങ്ങൾ ഉണ്ടായത് പോലും. അപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ലാഗാക്കാണ്ട് സെറ്റ് ആക്കാം. എന്താണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്കിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നത്, അതെന്താന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിൽ നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡ്രീംസ് ഗോൾസിലേക്ക് വർക്ക് ചെയ്യാന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് ആവണം, സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അൺസ്റ്റോപ്പബിൾ വ്യൂ എന്ന് പറഞ്ഞ പ്രോഗ്രാം ജോയിൻ ചെയ്യാം.
അതിനോടൊപ്പം നമുക്ക് കമ്മിങ് ആഗസ്റ്റില് നെക്സ്റ്റ് യുണീക്നെസ് ഫെസ്റ്റ് വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതിലായിരിക്കും ഞാൻ നെക്സ്റ്റ് കുറെ കാര്യങ്ങൾ കോൺഫിഡൻസിനെ പറ്റിയിട്ടും ഇതിന്റെ നെക്സ്റ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ അതിൽ കൂടുതലായിട്ട് പറയും. പറ്റുന്നവരൊക്കെ അതിലും എന്തായാലും ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കാം. സോ ഇത് ഞാൻ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇനിയും കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ നമ്മൾ ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. 8:55 ആയി. തുടങ്ങാൻ എന്തോ ഒരു ലാഗ് ആയി പോയിട്ട് എന്തോ ടെക്നിക്കൽ എറർ ആയിട്ടുണ്ട്. എനിവേ എവറിഥിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ ആണല്ലോ. സോ നിങ്ങളിലേക്ക് കണക്ട് ആവുക. ബാക്കിയുള്ളവർ എന്ത് ചെയ്തോട്ടെ. ഡോണ്ട് കമ്പയർ യുവർ സെൽഫ്. എല്ലാവരും ഡിഫറെന്റ് ആണ്, എല്ലാവരും യൂണീക്ക് ആണ്. സോ നിങ്ങളിലേക്ക് കണക്ട് ആവാൻ, നിങ്ങളെ ഫോക്കസ് ചെയ്യുക, നിങ്ങളെ ബെസ്റ്റ് ആക്കാൻ വേണ്ടി നോക്കാം. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞോട്ടെ, ബാക്കിയുള്ളവർ എന്ത്, ദാറ്റ് ഡസന്റ് മാറ്റർ. നിങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടി നോക്കാന്നുള്ളതാണ്. ബൈ എന്തിനു വേണ്ടിയിട്ടാ ചെയ്യുന്നത്, ആ ഒരു മൈൻഡിൽ എപ്പോഴും ക്ലാരിറ്റി കൊടുക്കുക. നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന 5 സെക്കൻഡ്സ് റൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാന്നുള്ളതാണ്. സോ ഇത്ര തന്നെയാണ് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി എങ്ങനെ ഉണ്ടായിരുന്നു, എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാം. എന്താ പറയാ, സോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇത്ര തന്നെയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് എവരിവൺ. താങ്ക് യു ഷിത മാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ, ടെക്നിക്കൽ ഇതായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റ് എക്സ്ട്രാ എടുക്കാം കേട്ടോ. ഓഡിബിൾ ആണോ പറയുന്നത്? എന്തെങ്കിലും പോയിന്റ്സ് ആയിട്ട് ഉണ്ടെങ്കിൽ 10 മിനിറ്റ് എടുത്തോളൂ. നമ്മൾ ഡിലേ ഇല്ല, ആയിട്ടില്ല. ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്ലോ ഞാൻ ഓൾമോസ്റ്റ് എൻഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. എല്ലാം ടച്ച് ചെയ്ത് പോയി. എല്ലാം ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ടോക്ക് ചെയ്യാനുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് അറിയിക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു മാം. നമ്മളിങ്ങനെ ടൈം നോക്കാണ്ട് ഇരുന്ന് തന്നില്ല. നമ്മള് ഭാഗത്ത് നിന്ന് ചെറിയൊരു ടെക്നിക്കൽ എററിൽ കുറച്ച് ലാഗ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആള് ആ ഒരു ഇഷ്യൂ ഒന്നും ഇല്ലാണ്ട്, അതായത് അതിനൊക്കെ മേക്കപ്പ് ചെയ്തെടുത്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ സെഷൻ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അത് യൂട്ടിലൈസ് ചെയ്യാനുള്ളത് നിങ്ങളൊക്കെ ഓരോരുത്തരെയും എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ചില എൻലൈറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടാവും, ചില തോട്ടുകൾ മൈൻഡിൽ വന്നിട്ടുണ്ടാവും. ആള് പറയുന്നത് കറക്റ്റ് ആണല്ലോ, എനിക്ക് ഉണ്ടല്ലോ. എപ്പോഴും പറയുന്ന പോലെ ആക്ഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ നിങ്ങൾക്ക് ഒരു എനർജി പാസ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഒരു ഫോഴ്സ്, അത് യൂസ് ചെയ്ത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാന്നുള്ള നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇനിയുള്ളത് നമുക്ക് Q&A സെഷൻ പോലെ, അല്ലെങ്കിൽ നിങ്ങളെ ഡൗട്ട് ക്ലിയർ ചെയ്യാം, ഫീഡ്ബാക്ക് പറയാം, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലേ, നിങ്ങൾ കറക്റ്റ് പറയാം കേട്ടോ. ആരാണ് ഫസ്റ്റ് വൺ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നിങ്ങൾ ഇപ്പൊ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. അല്ലെങ്കിൽ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. ഓക്കെ, സൂപ്പർ എന്ന് പറയുന്നുണ്ട്. സാർ ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഹയ ഫാത്തിമ. മൈക്കില് വന്ന് സംസാരിക്കാട്ടോ, അൺമ്യൂട്ട് ചെയ്ത് പറയാവുന്നതാണ്. നമ്പർ മിസ്ന മാമിനെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാം. മൈക്ക് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തോണ്ടാണോ ചെയ്യാത്തോണ്ടാണോ ഒന്ന് പറയണേ. മാം എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഞാനൊന്ന് ചോദിക്കട്ടെ? പറഞ്ഞോളൂ. മാം ഞാനൊരു +2 സ്റ്റുഡന്റ് ആണ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ എന്റെ ഡ്രീം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി എനിക്ക് കുറച്ച് ഇപ്പൊ തന്നെ ഏൺ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ് ഞാന്. പക്ഷേ എന്റെ വീട്ടിലും എന്റെ ഫാമിലിയിലും ഇതുവരെ ആരും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് ഫസ്റ്റ് ആള് ഞാനാ. സോ അതിൻ്റെതായ കുറച്ച് പ്രോബ്ലംസ് എനിക്കുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മാമിന്റെ കോണ്ടാക്ട് നമ്പർ ചോദിച്ചത്. എല്ലാതും കറക്റ്റ് ആയിട്ടുള്ള റൂട്ടും ഇതൊക്കെ സെറ്റ് ആണ്. എനിക്ക് വേണ്ടത് സപ്പോർട്ട് ആണ്. ഒരു സപ്പോർട്ടിന്റെ ഒരു കുറവുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോ ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വന്നപ്പോ ചോദ്യം ഇത്രേ ഉള്ളൂ, മാം സ്റ്റാർട്ട് ചെയ്യുമ്പോ എങ്ങനെയായിരുന്നു? മാമിന് എല്ലാരും ഉണ്ടായിരുന്ന കൂടെ അതോ ഒറ്റയ്ക്കാണോ? സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറയുന്ന സമയത്ത് ഒന്നാമത് ഞാൻ സ്റ്റുഡന്റ് ആണ്. ഡെഫിനറ്റ്ലി ഈ ട്രെയിനിങ് ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എന്തായാലും പറയും. ഒന്നാമത് പഠിക്കുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് ഉമ്മ പറയും, ഇപ്പൊ പഠിക്കല്ലേ, എന്തിനാന്ന് പഠിക്കുന്നിടക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ, ലൈക്ക് ഇപ്പൊ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്ത് വലുതായിട്ട് ഈ ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങിയപ്പോ ആ സമയത്ത് ട്രെയിനിങ് പ്രോഗ്രാംസിൽ പോകുന്ന സമയത്ത് കുറച്ചൊരു പിടുത്തം ഉണ്ടേനു. ഒന്നാമത് നല്ല ഹ്യൂജ് എമൗണ്ട് ആണ് ട്രെയിനിങ്ങിൽ കൊടുക്കാന്. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പറയും ഇപ്പൊ പഠിക്കാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ഈ ട്രെയിനിങ്ങിലേക്ക് ഞാൻ ഇറങ്ങുന്നത്, ട്രെയിനിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വീട്ടിൽ നിന്ന് ഉപ്പ ഒക്കെയാണ്, ഉപ്പ നല്ല സപ്പോർട്ടാണ്. ബട്ട് ഉമ്മന്റെ അടുത്ത് ഉമ്മക്ക് തീരെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. അതൊക്കെ ട്രെൻഡിങ് ആണ്, കാര്യമൊന്നും ഇല്ല. പക്ഷേ എനിക്ക് പണ്ട് മുതലേ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം, ലൈക്ക് പണ്ട് മുതലേ സെമിനാർ ആയിക്കോട്ടെ, ക്ലാസ് എടുത്തു കൊടുക്കുക, അതൊക്കെ ബാക്കിയുള്ളവർക്ക് എനിക്ക് അറിയുന്നത് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞു കൊടുക്കും. നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്.
സംസാരിക്കുക. ഫസ്റ്റ് ഒക്കെ സ്റ്റേജിൽ കയറുന്ന സമയത്ത് കുറച്ച് പതറിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആങ്കറിങ് ചെയ്യുക, ഹോസ്റ്റ് ചെയ്യുക. അപ്പോൾ ലേറ്റർ അത് നമുക്കൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏരിയ എന്നുള്ളത്, ഇത് എന്റെ ഏരിയ എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഒരു പറഞ്ഞു, ഞാൻ ഇത് ഇതാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അവർക്ക് അത് കാണിച്ചു കൊടുത്ത സമയത്ത് ഓക്കെ, അവർ എന്റെ ഒരു ഇതിൽ സമ്മതിച്ചു. പക്ഷെ ഇപ്പൊ അൽഹംദുലില്ലാ ഞാനിങ്ങനെ ആയതിൽ അവർ നല്ല രീതിക്ക് പ്രൗഡാണ്. സ്റ്റാർട്ടിങ് കുറെ റിജക്ഷൻസ് വരും ഹയ, ബട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞൊരു സക്സസിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളെ കുറ്റം പറഞ്ഞവരെ അല്ലെങ്കിൽ നമ്മളോട് ചെയ്യേണ്ട പറഞ്ഞവരൊക്കെ മാറ്റി പറയുന്നത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുക ഹൈ ആവട്ടെ ഒരു തുടക്കം, ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു ഇൻസ്പയർ ആയിട്ട് ഹൈ അവിടെ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, കണ്ണും പൊട്ടി ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് തുടങ്ങിക്കോളി, ഒന്നും ചിന്തിക്കണ്ട. ഓക്കെ, സത്യം പറഞ്ഞ മാം, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. ഓ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 സ്റ്റെപ്പ് എടുത്ത് സ്റ്റോപ്പ് ചെയ്തൊരവസ്ഥ. അങ്ങനെയാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ എന്റെ ഒരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുള്ള എന്താ വെച്ചാല്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് +2ന്റെ കൂടെ ഇപ്പൊ മാം തുടങ്ങിയ പോലെ തന്നെ ആയിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. സോ അതുകൊണ്ട് ഞാൻ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോ ബാക്കിയുള്ളവരുടെ ഒപ്പീനിയനും കൂടി ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ മാം ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയതല്ലേ, സോ ഞാൻ ഇറങ്ങാൻ പോകുന്ന ഫീൽഡ് കുറച്ച് യുണീക്കാണ്. അതുകൊണ്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാമിനോട് ചോദിച്ചത്. എന്തായാലും മാമിന്റെ ഒപ്പീനിയൻ എന്താ? അതായത് ഇപ്പോ കുട്ടികൾ ഇപ്പോ എഡ്യൂക്കേഷന്റെ കൂടെ ഇപ്പൊ +2 പഠിക്കുകയാണ് ഞാന്, അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഏൺ ചെയ്യാന്നുള്ള ഒരു കാര്യം ചെയ്യുന്നതിനെ പറ്റിയിട്ട് മാമിന്റെ ഒരു ഒപ്പീനിയൻ എന്താ? എന്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഏൺ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഏൺ ചെയ്യാ, യു ഗോ ഹെഡ് ഞാൻ പറയുള്ളൂ. പക്ഷെ നമ്മൾ രണ്ട് ബാലൻസ് ചെയ്യണം. നമ്മള് ഇതിലേക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പോയിട്ട് ഒരിക്കലും നമ്മൾ സ്റ്റഡീസ് ഫ്ലോപ്പ് ആവുന്ന രീതിയിലാവരുത്. നമുക്ക് രണ്ടും വേണം. ഡെഫിനറ്റ്ലി നമ്മളൊരു സക്സസ്സിൽ എത്തുമ്പോൾ എല്ലാവരും ചോദിക്കും എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ട്, എത്ര നീ പഠിച്ചിട്ടുണ്ട്, എന്താണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പം അത് അവിടെ ഒന്ന് സേഫ് ആക്കി വെക്കണം. അതിന് കൂടെ നമ്മുടെ സൈഡിലൂടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു പോവാന്നുള്ളതാണ്. ഓക്കെ, കണ്ണുകൂട്ടി ചെയ്തോളൂ, ചെയ്യുന്ന ഏൺ ചെയ്ത് അതിനൊന്നും ഒരു പ്രശ്നേ അല്ല. അത് രണ്ടും ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. റെഡി ആണെങ്കിൽ നമുക്ക് സെറ്റാണ്. ചില സമയത്ത് നമ്മുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ ഈ പ്രപഞ്ചം മൊത്തം അതിനോട് നമുക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഒന്ന് നമ്മൾ ഇറങ്ങിക്കൊടുക്കുക, ആഗ്രഹം ഒന്ന് തീവ്രമാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു കോട്ടം കൂടി എനിക്ക് ഓർമ്മ വന്നു, APJ അബ്ദുൽ കലാം പറഞ്ഞത്. അത് സ്വപ്നം മാത്രം കണ്ടിട്ട് കാര്യമില്ല. സ്വപ്നം എന്താ പറയാ, ഉറക്കം കെടുത്താവണ സ്വപ്നം. അതായത് സ്വപ്നം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ആ സ്വപ്നം നമ്മൾ ഉറക്കം കെടുത്തണം. അങ്ങനത്തെ സ്വപ്നമാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഗോ ഹെഡ് ഹയ ആൻഡ് ഡു ഇറ്റ്. ഡിഫറെന്റ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് കുറച്ച് റിജക്ഷൻസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ലേറ്റർ, കാരണം എല്ലാവർക്കും മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ യുണീക്ക് ആയിട്ടുള്ള സാധനം കൊണ്ടുവരാന്ന് പറയുന്നത് അത് ഭയങ്കര എന്താ പറയാ, അതൊരു ചരിത്രം തന്നെയാണ്. സോ യു ഗോ ഹെഡ്, ഓൾ ദി വെരി ബെസ്റ്റ്, ഇൻഷാല്ലാ സക്സസ് ആവട്ടെ. ആൻഡ് നെക്സ്റ്റ്, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ താങ്ക് യു സോ മച്ച്. ഓ, താങ്ക് യു സോ മച്ച് ഡിയർ. ഓക്കെ, വേറെ ഒന്നുമില്ലെങ്കില് ആളൊരു റെക്കോർഡ് വിന്നർ ആണ് കേട്ടോ. ഇന്ത്യ ഓ ബുക്ക് ഓഫ് റെക്കോർഡ് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്ന ആളാണ്. ഓ ഗ്രേറ്റ്. കഴിഞ്ഞ ഫെസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓ, ഒരു പുലിക്കുട്ടിയാണ് ഹയ, കാണുന്ന പോലെ അല്ല. ബിക്കോസ് യുണീക്നെസ് ഫെസ്റ്റിൽ എല്ലാവരും യുണീക്കാന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയർ. ഇനി നെക്സ്റ്റ്, ഇനി ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അതായത് നമുക്ക് പോയിന്റ് അറിയാം. ഫീഡ്ബാക്ക് പറയാൻ ആരാണ്? ആളിന്ന് പറഞ്ഞു വെച്ച പോലെ നിങ്ങളെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വരിക. നമ്മളാരും ജഡ്ജ് ചെയ്യുന്നതല്ല, നമ്മൾ മാത്രമേ നമ്മളെ വോയിസ് പിന്നെ കേൾക്കുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നേ ഉള്ളൂ. എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ ഓപ്പർച്യൂണിറ്റി വലിയ സക്സസിലേക്ക് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പ് എടുത്താണ് നമ്മൾ മുന്നോട്ട് പോകാന്ന് പറയുമല്ലോ. അപ്പൊ മാക്സിമം എല്ലാവരും എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറ്റുകയാണെങ്കിൽ അറിയിക്കാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തത് ആരാണ്? ആമില മാം, ഷമീറ മാം, ഹസ്ന മാം, റിസ്ല മാം, സൂര മാം, നിത മാം, സുമയ്യ മാം, ഉനൈസ് സർ, മുർഷിദ മാം, അബു സർ, സുലൈമാൻ സർ. ആർക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളതുണ്ടോ? വലിയ സജഷൻ ആയിട്ടോ ഫീഡ്ബാക്ക് ആയിട്ടോ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ളതുണ്ടോ? ഓൾമോസ്റ്റ് എല്ലാവരും ഓക്കെ ആണെന്ന് തോന്നുന്നല്ല. എന്തെങ്കിലും പറയാനുണ്ടോ?
ശത മാം നമ്മളെന്നാ വൈൻഡപ്പ് ചെയ്താലോ? എന്തെങ്കിലും ആഡ് ചെയ്യാനില്ലെങ്കിൽ പറഞ്ഞോളിട്ടാ. ഞാൻ ആർക്കെങ്കിലും ശത മാമിന്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇനിയിപ്പോ ഗ്രൂപ്പിൽ ചോദിക്കാൻ വേണ്ടിയുള്ളവരാണെങ്കിൽ പേഴ്സണലിൽ പോയി കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഒന്നും ആഡ് ചെയ്യാനില്ല, ലെറ്റ്സ് വൈൻഡ് അപ്പ്. ബ്യൂട്ടിഫുൾ ആയ ഒരു സെഷൻ തന്നു, എന്തൊക്കെയോ എനർജികൾ നമ്മളിലേക്ക് കയറ്റി തന്നിട്ടുണ്ട്. അത് ഏറ്റവും അടിപൊളി നമുക്കൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ ഇൻഷാല്ലാ. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കണക്ട് ചെയ്യുക. പറഞ്ഞിട്ടില്ല, ആ ഒരു കിട്ടിയ എനർജി എവിടെയും കളയാതെ ഡിസ്ട്രാക്റ്റഡ് ആയി പോവാതെ അത് പ്രോപ്പർ സ്ഥലത്തേക്ക് യൂസ് ചെയ്ത് നിങ്ങളെ ഗോളിലേക്ക് എത്രയും പെട്ടെന്ന് നിലക്ക് എത്താൻ പറ്റിയിട്ട് അതിലേക്കുള്ള സ്റ്റെപ്പ് ആൾ തന്ന എനർജി ഉപയോഗിച്ചെടുക്കാം. So again, thank you Shida ma'am, and thank you everyone who joined. Thank you. Let's wind up.